അസ്സലാമലൈക്കും. ഇതെന്റെ ഉപ്പയാണ്. എന്റെ ഉപ്പാനെ നിങ്ങളെല്ലാരും രക്ഷിക്കണം. എന്റെ ഉപ്പാക്കും വേണ്ടിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഞങ്ങളെ ഇതുവരെ എത്തിച്ചത്. ഇപ്പൊ ഞങ്ങളെ ഉപ്പാനെ നോക്കാൻ ഞങ്ങളെ കൊണ്ടാവണില്ല. അതിനാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വന്ന് കൈ നീട്ടണത്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. 4 വർഷമായി ഞങ്ങളെ ഉപ്പാക്കും വേണ്ടിട്ട് ഞങ്ങളെ കഷ്ടപ്പെടുന്നു. ഒരാളെ മുന്നിലും കൈ കൂപ്പരുതെന്ന് കരുതിയിട്ടാണ് ഇത്രയും കാലം ഞങ്ങൾ സഹിച്ചു. എങ്ങനെയും ശരിയാവും എന്ന് കരുതി പഠിച്ചവനക്ക് വിട്ടുകൊടുത്തിട്ട് ജീവിച്ചതായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തോണ്ട് ഞങ്ങൾക്ക് മുന്നിൽ വരികയാണ്. ഞങ്ങളെപ്പാനെ ഞങ്ങൾക്ക് നേരെ പഴയ പോലെ നല്ല ആരോഗ്യത്തോടെ ഞങ്ങളെ പഴക്ക് കിട്ടണം. അതിന് നിങ്ങളെല്ലാരും ഞങ്ങളെ സഹായിക്കണം. ഇപ്പൊ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അസ്സലാമലൈക്കും. എൻ്റെ പേര് മുസ്തഫ. ഞാൻ 20 വർഷത്തിലേറെയായിട്ട് സൗദിയിൽ പ്രവാസിയായിരുന്നു. നാട്ടിൽ വന്ന് 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കിഡ്നി സംബന്ധമായ അസുഖം വന്നു. ഇപ്പോൾ 4 വർഷത്തിലേറെയായിട്ട് ഡയാലിസിസ് ചെയ്യണം. അത് നാട്ടുകാരുടെ കാരുണ്യം കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കണം ഇപ്പോൾ അത് മാറ്റി വെക്കണം നിർബന്ധമായിട്ടും എന്നാണ്. അപ്പോൾ എന്നെക്കൊണ്ട് അതിനുള്ള പൈസ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നാട്ടുകാർ ഇപ്പോൾ കൂടി സഹായിച്ച് അത് ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇനി എല്ലാ നാട്ടുകാരും മറ്റുള്ളവരും നിന്നെ അകമണി സഹായിക്കണം. അത് ഇനി ആരും ഒന്നും കരുതരുത്. ഞാനിങ്ങനെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എൻ്റെ വീടിൻ്റെ ആധാരടക്കം ബാങ്കിലാണ്. അത് ലോൺ എടുത്തിട്ടാണ് ഞാനിന്ന് കുട്ടികൾക്ക് അവരെ അയാളെ മുന്നിൽ കൈ നീട്ടണ്ടല്ലോ എന്ന് കരുതിയാണ് ലോൺ എടുത്തത്. അപ്പോൾ അതൊരു പ്രാരാബ്ധമായിട്ട് എനിക്ക് പിന്നെ തോന്നുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചത്തനാകുറിശി മഹല്ലിലെ ഖതീബ് മൊയ്തീൻ കുട്ടി അൻവരിയാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ മഹല്ലി നിവാസി ആലിക്കൽ മുഹമ്മദ് മുസ്തഫ എന്ന മാന്യവ്യക്തി ദീർഘകാലം പ്രവാസിയായി ജീവിച്ച് ഒടുവിൽ അദ്ദേഹത്തിന് വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നത്തിലാവുകയാണ്. വൃക്ക മാറ്റിവെക്കലല്ലാതെ നിർവാഹമില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ സാഹചര്യത്തിൽ അതിനുവേണ്ടി ഈ നാട് ഒന്നിക്കുകയാണ്. കേൾക്കുന്ന എല്ലാ സുമനസ്സുകളും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.